ഒരിടത്തൊരിടത്ത് ഒരു സന്യാസി ഉണ്ടായിരുന്നു. സന്യാസിയും അയാളുടെ ശിഷ്യനും കൂടി ഒരു ദൂരയാത്രയ്ക്ക് പുറപ്പെട്ടു. വഴിയിൽ വെച്ച് ശക്തമായ അടിയൊഴുക്കുള്ള ഒരു നദിക്കരയിൽ ഇരുവരും എത്തി. അവരിങ്ങനെ കരയിൽ അന്തിച്ച് നിൽക്കുകയാണ്. നദി മുറിച്ച് കടക്കാൻ അവർ കഴിയുന്നില്ല. നദി മുറിച്ച് കടക്കാതെ അവർക്ക് മുന്നോട്ട് പോകാനും വഴിയില്ല. യാത്ര അവിടെ തടസ്സപ്പെട്ടു. ഇരുവരും അങ്ങനെ നദി മുറിച്ച് കടക്കാൻ ഓരോരോ ഉപായം ആലോചിക്കുന്നതിനിടെ സുന്ദരിയായ ഒരു യുവതി അവിടെ എത്തി. യുവതി സന്യാസിയോട് ചോദിച്ചു, ഈ നദി മുറിച്ച് കടക്കാൻ എന്നെ അങ്ങൊന്ന് സഹായിക്കാമോ? സന്യാസി ശിഷ്യനും പരസ്പരം നോക്കി. സ്ത്രീകളെ സ്പർശിക്കില്ലെന്ന് ഇരുവരും പ്രതിജ്ഞയെടുത്തിരിക്കുക. ഉടൻ സന്യാസി മറുപടി കൊടുത്തു, ഞാൻ സഹായിക്കാം. ശിഷ്യൻ ഞെട്ടി. പക്ഷേ ഗുരു പറഞ്ഞു, ഞാൻ സഹായിക്കാം. ഉടൻ തന്നെ സന്യാസി സ്ത്രീയെ പൊക്കിയെടുത്ത് നദിക്ക് കുറുകെ ഒരൊറ്റ നടപ്പം കടന്നു. നദി മുറിച്ച് കടന്നു. സന്യാസിയോട് താങ്ക് യു ഒക്കെ പറഞ്ഞ് യുവതി അവിടെ നിന്ന് യാത്രയായി. എന്നാൽ ഇത് കണ്ട് സ്തബ്ധനായിപ്പോയ ശിഷ്യൻ തുടർന്നുള്ള യാത്രയിലുടനീളം സന്യാസിയെപ്പറ്റി ഓരോന്നങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. ശിഷ്യരായ ഞങ്ങളുടെ സ്ത്രീകളെ തുടരുതെന്ന് പറഞ്ഞിട്ട് പ്രതിജ്ഞയെല്ലാം എടുപ്പിച്ച് അതേ സന്യാസി തന്നെ അവരെ തോളിലേറ്റി നദി കടത്തി പൊക്കിയെടുത്തുകൊണ്ട് പോയല്ലോ. അങ്ങനെ യാത്ര പോകുന്നതിനിടയിൽ ഈ ശിഷ്യനാണ് സമാധാനമില്ല. പിന്നെയും ഈ ഗുരു ഒരു കപട സന്യാസിയാണോ എന്നൊക്കെ ആലോചിച്ച് ഇങ്ങനെ ശിഷ്യൻ പിന്നാലെ കൂടി. ഒടുവിൽ സന്യാസി ഇത് കണ്ടു. സന്യാസിക്ക് മനസ്സിലായി ഇവൻ്റെ തലയിൽ എന്തോ പുകയുന്നുണ്ടെന്ന്. സന്യാസി ശിഷ്യനോട് ചോദിച്ചു, നീ എന്താ ഇങ്ങനെ ആലോചിക്കുന്നത്? ശിഷ്യനുടനെ മടിച്ച് കാര്യം പറഞ്ഞു. ഇങ്ങനെ സന്യാസി ഞങ്ങളോടൊക്കെ സ്ത്രീകളെ തൊടിയൊന്നും ചേരുന്നു പറഞ്ഞിട്ട് സന്യാസി ഒരു അവസരം കിട്ടിയപ്പോൾ പൊക്കിയെടുത്തങ്ങ് നദി കടത്തിയല്ലോ എന്ന് പറഞ്ഞു. സന്യാസി പൊട്ടിച്ചിരിച്ചു. സന്യാസി മറുപടി കൊടുത്തു, ശിഷ്യ, ഞാൻ അവളെ നദിയുടെ മറുകരയിൽ എത്തിച്ചിട്ട് കുറേ സമയമായില്ലേ? പക്ഷെ എന്തിനാ നീ ഇപ്പോഴും അവളുടെ കാര്യം തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? നിന്റെ തലയിൽ നിന്ന് നീ അവളെ പുറത്തിറക്കണം. നീ ഇപ്പോഴും അവളെ ചുമന്നുകൊണ്ട് നടക്കുക എന്ന് പറഞ്ഞു. ഇത് നമ്മുടെ ഒരു അസുഖമാണ്. ശരിക്കും മലയാളികൾക്ക് വളരെ കൂടുതലാണ്. കഴിഞ്ഞ കാല സംഭവങ്ങൾ തലയിലേറ്റി സ്വസ്ഥതയും സമാധാനവും നശിപ്പിക്കരുതെന്നാണ് വേറൊരു രീതിയിൽ പറഞ്ഞാൽ സന്യാസി പറഞ്ഞത്. ജീവിതത്തെ വളരെ സന്തോഷത്തോടെ മുന്നോട്ട് കൊണ്ടുപോകുക. സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ തല പുകച്ചിട്ട് കാര്യമില്ല. അങ്ങനെ പുകഞ്ഞാൽ നിങ്ങളുടെ തലയ്ക്ക് വിനാശം ഉണ്ടാകുമെന്നല്ലാതെ മറ്റൊരു ഗുണവുമില്ല. അപ്പോൾ ഈ സന്യാസി പറഞ്ഞ കാര്യം മനസ്സിൽ ഓർമ്മിച്ചോളുക. ആ ഒരു നല്ല ചിന്തയോടെ നമുക്ക് ഇന്നത്തെ മോർണിംഗ് ഷോ തുടരാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.